ചൈനയും ഒരുപോലെ റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്കാണ് ട്രംപ് 50% തീരുവ ഏർപ്പെടുത്തിയത്, ചൈനയ്ക്കല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചൈനയ്ക്ക് എന്തുകൊണ്ടാണ് ട്രംപ് തീരുവ ഏർപ്പെടുത്താത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ പല ആംഗിളുകൾ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത്, ഇന്ത്യക്ക് മേൽ ട്രംപ് തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കയറ്റുമതി എന്നുള്ള ഒരു സംവിധാനത്തെ കൂടുതൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ഇന്ത്യ ഒരു മാർക്കറ്റാണ്. ഈ ഒരു വലിയ മാർക്കറ്റായിട്ടുള്ള ഇന്ത്യയിൽ പല രാജ്യങ്ങളും കണ്ണുവച്ച് ഇങ്ങോട്ട് നിക്ഷേപിക്കാനാണ് വരുന്നത്. പക്ഷേ ചൈന അങ്ങനെയല്ല. ചൈന അവരുടെ രാജ്യത്ത് സാധനങ്ങൾ ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്ത് ഇന്ത്യ ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും കയറ്റുമതിയുടെ തോത് കുറവാണ്. ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവറും വളരെ വലുതാണ്. കാരണം ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന സാധനങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മേടിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പാകിസ്ഥാനിൽ പോർഷെ കാറിൻ്റെ കമ്പനി കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അത് വാങ്ങിക്കാനുള്ള കെൽപ്പില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ കയ്യിൽ പൈസ ഇല്ല. പക്ഷേ ഇന്ത്യക്കാർ അങ്ങനെയല്ല. ഇന്ത്യക്കാർക്ക് ഒരു പർച്ചേസിംഗ് പവർ ഉണ്ട് എന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അറിയാം. അതാണ് ഇന്ത്യയുടെ വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ട്രംപിൻ്റെ താരിഫ് ഇന്ത്യയെ ബാധിക്കില്ല, ട്രംപ് ചീട്ടുകൊട്ടാനും പോലെ തകർന്നടിയുമെന്ന്. എന്നാൽ ചൈനയ്ക്ക് ഈ തീരുവ ചുമത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചൈനയിൽ നിന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ താരിഫ് ചുമത്തിക്കഴിഞ്ഞാൽ അത് അമേരിക്കക്കാരുടെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കുമെന്നാണ് ഇപ്പോൾ JD വാൻസ് വൈസ് പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും റഷ്യയിൽ നിന്ന് ചൈനയും അസംസ്കൃതമായിട്ടുള്ള എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചൈനയ്ക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൂടാ? ഇന്ത്യയെ പോലെ ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തരുതെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇപ്പോൾ പറയുന്നു. അമേരിക്ക ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തിയാൽ പല ഉൽപ്പന്നങ്ങളെയും ബാധിച്ചേക്കാം. ഇന്ത്യയെ പോലെ ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുന്നതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കാരണം ബീജിംഗും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം നിരവധി ഉൽപ്പന്നങ്ങളെ ബാധിക്കും. ആ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യയുമായി യാതൊരുവിധ ബന്ധവുമില്ല. ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. എന്നിരുന്നാലും ഇതുവരെ വ്യക്തമായിട്ടുള്ള തീരുമാനം അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചൈനീസ് പ്രശ്നം വളരെ സങ്കീർണമാണെന്നാണ് JD വാൻസ് പറയുന്നത്. ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയതുപോലെ ചൈനയ്ക്ക് മേൽ തീരുവ ചുമത്തുമോ എന്ന് വാൻസിനോട് ചോദിച്ചപ്പോൾ വാൻസ് വ്യക്തമായി പറഞ്ഞു, ചൈനയുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമുള്ളതിനാൽ ചൈന പ്രശ്നം വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ നിരവധി ഉൽപ്പന്നങ്ങളെ ഇത് ബാധിച്ചേക്കാം. റഷ്യയുമായി അതിന് യാതൊരുവിധ ബന്ധവുമില്ല. ട്രംപ് തന്റെ ഓപ്ഷനുകൾ അവലോകനം ചെയ്യുകയാണ്. ഒരു തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ചെയ്യുമെന്നാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതേസമയം ചൈനയ്ക്ക് 90 ദിവസത്തെ ഇളവ് പ്രഖ്യാപിച്ചത് ട്രംപ് അവസാനിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ട്രംപിൻ്റെ ഈ തീരുമാനത്തെ അനുചിതം എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ വളരെ നിർഭാഗ്യകരമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്. ട്രംപിന് മറുപടി നൽകുന്നതിനിടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.